നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Leotales Niranjanaയോടൊപ്പം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വാവ് എന്ന ബ്രാൻഡിന്റെ അവിടെ ഒരു പുതിയ ഹെയർ കെയർ റേഞ്ചാണ് ഹിമാലയൻ റോസ് റേഞ്ച്. അതിന്റെ ഷാംപൂ, അതിന്റെ കണ്ടീഷണർ ആൻഡ് അതിന്റെ മാസ്ക്, അതല്ലാതെ അവിടെ തന്നെ കാസ്റ്റർ ഓയിലും അവിടെ ഒരു സ്കാൽപ്പ് മസാജർ ബ്രഷും. ഇത് 5 സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റുട്ടീൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ തലമുടിക്ക് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാവ് ഒരു വളരെ ഫേമസ് ബ്രാൻഡാണ്. അവർക്ക് സ്വന്തമായിട്ട് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പ്രോഡക്ട്സ് ഉണ്ട്, എല്ലാ ജെൻഡേഴ്സിനും ഉണ്ട്. ആൻഡ് അവരുടെ പ്രോഡക്ട്സ് വളരെ അഫോർഡബിൾ ആണ്. പാരബൻ ഫ്രീ, സിലിക്കോൺ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, മിനറൽ ഓയിൽ ഫ്രീ, കമ്പാരിറ്റീവ്ലി സേഫർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. പിന്നെ അവർക്കിപ്പോൾ ഒരു ആപ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എനിക്ക് പേഴ്സണലി വാവ് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അവരവരുടെ വെബ്സൈറ്റിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 6 റീസൺസ് ആണ്. 1, ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ആസ് മച്ച് ആസ് പോസിബിൾ നാച്ചുറൽ ആണ്. ഹാർഷ് കെമിക്കൽസ് കുറവാണ്, സോ ആ രീതിയിൽ സേഫ് ആണ്. 2, കെമിക്കൽസിന്റെ കാര്യം. ഇപ്പോൾ പാരബൻ, സിലിക്കോൺ, സൾഫേറ്റ്സ്, എന്തുകൊണ്ടാണ് ഈ കെമിക്കൽസ് പാടില്ലാത്തതെന്നൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ തരം കെമിക്കൽസ് എല്ലാം തന്നെ ഇവിടെ പ്രോഡക്ട്സിൽ നിന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡഡ് ആണ്, സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും. ഇതൊരു വിമൻ ഫ്രണ്ട്ലി ബ്രാൻഡാണ്, വിമൻ ഓൺഡ് ബ്രാൻഡാണ്. വർക്കിംഗ് ഫോഴ്സിലും ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്ത്രീകളുടെ ഉന്നമനം എന്ന നിലയിലും പേഴ്സണലി എനിക്ക് വാവ് എന്ന ബ്രാൻഡ് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ കംപ്ലീറ്റ്ലി ക്രൂവൽറ്റി ഫ്രീ ആയ ബ്രാൻഡാണ്. ഒരു രീതിയിലും ആനിമൽ ടെസ്റ്റിംഗോ ഒന്നും നടത്തുന്ന ബ്രാൻഡ്സ് അല്ല. അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായി യൂസ് ചെയ്യാം. ഇവരുടെ പാക്കേജസിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് വരുന്നുണ്ട് പാക്കേജസിൽ, പക്ഷെ അവർ 30% അതിന് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. സോ എൻറ്റയർലി ഒരു പ്ലാസ്റ്റിക് ഗാർബേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഓൺ സം ലെവൽ അവർ റീസൈക്ലിംഗും ട്രൈ ചെയ്യുന്നുണ്ട്. അവർ സ്വയം ക്ലെയിം ചെയ്യുന്നത് ഹിമാലയൻ ബോൺ ബ്രാൻഡ് എന്നാണ്. അതായത് ഹിമാലയൻ റീജിയൻസിലുള്ള ഇൻഗ്രീഡിയൻസ്, വെള്ളം തുടങ്ങിയ സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ക്ലെയിം സത്യമാണെന്നുണ്ടെങ്കിൽ then I'm very happy with the products because they're very affordable. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ റിവ്യൂയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് നോക്കാൻ പോകുന്നത് അവിടെ കാസ്റ്റർ ഓയിൽ ആണ്. അപ്പോൾ കാസ്റ്റർ ഓയിലിന്റെ ഗുണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഐലാഷസ് വളരാൻ, പുരികം വളരാൻ, തലമുടി വളരാൻ, നഖം വളരാൻ ഒക്കെ തന്നെ നല്ല പ്രോഡക്റ്റ് ആണ്. ഇവരുടെ പർട്ടിക്കുലർ ഓയിൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അതിൽ മിനറൽ ഓയിൽസ് ഇല്ല, സിലിക്കോൺസ് ഇല്ല, ഹെക്സെയിൻ ഫ്രീ ആണ്, കോൾഡ് പ്രസ്ഡ് ആണ്, plant based ingredients ആണ് അവർ അവകാശപ്പെടുന്നത്. ആൻഡ് ദേ ഓൾസോ ക്ലെയിം ദാറ്റ് ദ പ്രൊഡക്റ്റ് ഇസ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഓൾസോ ആൻഡ് 100% വേഗനുമാണ്. അതായത് ആനിമൽ ബേസ്ഡ് ഇൻഗ്രീഡിയൻസും ഒന്നും തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാനിത് ചിലപ്പോൾ എൻ്റെ തലയിൽ തേക്കുന്ന എണ്ണയുമായിട്ട് ഇതും കൂടെ മിക്സ് ചെയ്ത് ആണ് തേക്കുക. കാരണം ഇത് മാത്രമായി തേച്ചാൽ ചില സമയത്ത് ഭയങ്കര തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയോടൊപ്പം കുറച്ച് കാസ്റ്റർ ഓയിലും ആഡ് ചെയ്ത് നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഞാൻ അവരുടെ സ്കാൽപ്പ് മസാജർ ബ്രഷ് യൂസ് ചെയ്യും. ഇപ്പം നഖം അല്ലെങ്കിൽ വിരൽ വെച്ച് മസാജ് ചെയ്യുന്നത് എനിക്ക് എപ്പോഴും കുറച്ച് മടിയുള്ള കാര്യമാണ്. എസ്പെഷ്യലി നഖം സ്കാൽപ്പിൽ കൊള്ളുമ്പോഴത്തേക്കും സ്കാൽപ്പ് മുറിയാനുള്ള ചാൻസ് ഉണ്ട്, നഖം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഈ സ്കാൽപ്പ് മസാജർ വെച്ചിട്ടാണ് നല്ലോണം ഒരു 5 to 10 minutes ഒന്ന് മസാജ് ചെയ്യുന്നത്. സിലിക്കോൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ, അപ്പോൾ അത്ര ഹാഷ് അല്ല. എന്നാൽ നിങ്ങൾക്ക് തലയിൽ എല്ലാ പോയിന്റ്സിലും അത് എത്തുകയും ചെയ്യും. നല്ലൊരു ഗ്രിപ്പും ഉണ്ട് അത് പിടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ തലയിൽ അത് ഫുള്ളായിട്ട് മസാജ് ചെയ്യാവുന്നതാണ്. ഒരു 5 to 10 minutes മസാജ് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ അടുത്തൊരു 30 minute ഓയിൽ ഇങ്ങനെ തന്നെ തലയിൽ വെച്ചിരിക്കും. അതിനുശേഷം ഞാൻ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യും. ഇപ്പം ഞാൻ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ റോസ് ഷാംപൂ ആണ്. ഇതും പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ക്ലെൻസിങ് ഏജന്റ്, നമുക്ക് ഈ പത തരുന്ന സാധനം ഉണ്ടല്ലോ, അത് SLS ആണ് മിക്ക ഷാംപൂസും യൂസ് ചെയ്യുന്നത്. പക്ഷേ വാവിന്റെ ഷാംപൂ യൂസ് ചെയ്യുന്നത് SLS അല്ല, അവർ സോഡിയം ലോറൽ സാർക്കോസിനേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിലിക്കോൺസും കംപ്ലീറ്റ്ലി അവോയ്ഡഡ് ആണ്. അപ്പോൾ ഈ ഷാംപൂ കളർലെസ് ആണ്. ഈ എൻറ്റയർ റേഞ്ചിന് നല്ല സ്ട്രോങ് റോസി ഫ്രേഗ്രൻസ് ആണ്. അധികം കൂടെ പതയത്തില്ല, കാരണം SLS ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് വെള്ളം ഉപയോഗിച്ച് ലാദർ അപ്പ് ചെയ്തിട്ട് ആ ലാദർ വെച്ചിട്ടാണ് തലമുടി കഴുകുന്നത്. കാരണം നേരെ ഷാംപൂ അപ്ലൈ ചെയ്ത് ഒരുപാട് എമൗണ്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ആൻഡ് അത് മുടിയെ ഡ്രൈ ആക്കും. അവർ പറയുന്നത് ഈ പർട്ടിക്കുലർ ഷാംപൂ ഇസ് ഗുഡ് ഫോർ ഡ്രൈ ആൻഡ് ബ്രേക്കേജ് പ്രോൺ ഹെയർ എന്നാണ്. പക്ഷേ ഓയിൽ ചെയ്യാതെ നേരെ ഡ്രൈ ഹെയറിലേക്ക് നിങ്ങൾ ഒരുപാട് ഷാംപൂ ഉപയോഗിച്ചാൽ തീർച്ചയായും മുടി കൂടുതൽ ഡ്രൈ ആവും. അതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ലാദർ ഉപയോഗിച്ചിട്ട് ആ പത വെച്ച് മുടി നല്ലോണം വാഷ് ചെയ്യും. പച്ചവെള്ളം വെച്ച് ജസ്റ്റ് അങ്ങ് കഴുകി വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തലമുടിയിൽ കംപ്ലീറ്റ്ലി നമുക്കൊരു ക്ലെൻസ്ഡ് ഫീലിംഗ് കിട്ടും. ഓയിലി റെസിഡ്യൂ ഒന്നും ബാക്കിയില്ല, എന്നാൽ മുടി ഡ്രൈയും ആവാത്ത നല്ലൊരു ക്ലെൻസ്ഡ് ഫീലിംഗ് കിട്ടും സ്കാൽപ്പിനും തലമുടിക്കും. ഈ സ്റ്റേജിൽ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് ടവൽ വെച്ച് ഒന്ന് ഉണക്കിയിട്ട് ഞാൻ യൂഷ്വലി കണ്ടീഷണറോ അല്ലെങ്കിൽ മാസ്കോ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു സൈഡിൽ കണ്ടീഷണറും മറു സൈഡിൽ മാസ്കോ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. കണ്ടീഷണറിന്റെ ബോട്ടിലും സെയിം ആണ്, ഷാംപൂ പോലെ തന്നെ. ഇത് വൈറ്റ് തിക്കർ ടെക്സ്ചർ ആണ്. അതിന് ആ റോസി ഫ്രേഗ്രൻസ് ഉണ്ട്. ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റോസ് ഹൈഡ്രോസോൾ, വൈറ്റമിൻ A, B, C, E, കോക്കനട്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട്, ആർഗൻ, ഒലിവ് ഓയിൽ, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുപോലെ സിലിക്കോൺസ്, മിനറൽ ഓയിൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യും. ജസ്റ്റ് സ്കാൽപ്പിൽ തൊടാതെ ഒരു 1-2 ഇഞ്ച് താഴേക്ക് അപ്ലൈ ചെയ്യും. റൈറ്റ് സൈഡിൽ ഞാൻ മാസ്ക് അപ്ലൈ ചെയ്യും. ഈ മാസ്കും കണ്ടീഷണർ പോലെ തന്നെ തിക്കാണ്, പക്ഷേ കണ്ടീഷണറിനെക്കാളും തിക്നെസ് കൂടുതലാണ്, കാരണം അത് മാസ്ക് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി കൂടുതൽ പെനിട്രേറ്റ് ചെയ്ത് കൂടുതൽ ഹൈഡ്രേഷൻ തരേണ്ട പ്രോഡക്റ്റ് ആണ്. ഇതും വൈറ്റ് കളറിൽ തന്നെയാണ്. ആൻഡ് ഇതിനും സിമിലർ ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷേ ഡിഫറൻസ് വരുന്ന ഇതാണ്, ഈ ടെക്സ്ചർ കാരണം ഒരു കണ്ടീഷണർ തരുന്നതിനെക്കാട്ടും ഡീപ്പർ മോയ്സ്ചറൈസേഷൻ തരും നമ്മുടെ തലമുടിക്ക്. അപ്പോൾ ഫ്രിസി ഹെയർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മാസ്ക് ഉപയോഗിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ മാസ്ക് ഉപയോഗിക്കാം. ഒന്ന് 5-10 മിനിറ്റിൽ നിങ്ങൾക്ക് കഴുകിക്കളയാം, അല്ലെങ്കിൽ ഞാൻ ചില സമയങ്ങളിൽ ഒരു 10-20 മിനിറ്റോളം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഷവർ ക്യാപ്പ് കൂടി ഇട്ട് വെക്കും ചില സമയങ്ങളിൽ. അത് നിങ്ങളുടെ നീഡ് അനുസരിച്ച്, നിങ്ങളുടെ മടി അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വാഷ് ഓഫ് ചെയ്യാനായിട്ടും രണ്ടും വളരെ എളുപ്പം വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. രണ്ട് സൈഡും, കണ്ടീഷണറിന്റെ സൈഡിലാണെങ്കിലും മാസ്കിന്റെ സൈഡിലാണെങ്കിലും നിങ്ങൾക്ക് ഒട്ടും ഗ്രീസി ഫീലിംഗ് വരില്ല. ജസ്റ്റ് വെള്ളം വെച്ച് വാഷ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി അതിൻ്റെ റെസിഡ്യൂ എല്ലാം വാഷ് ഓഫ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാസ്കോ കണ്ടീഷണറോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ്. അപ്പം എൻ്റെ റിവ്യൂ ഇത് തന്നെയാണ്, ഞാൻ ഈ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് ആകെ തോന്നിയൊരു കാര്യം, ഈ ഷാമ്പു ഡ്രൈ ഹെയറിന് ഭയങ്കരമായി സ്യൂട്ടബിൾ ഒരു ഷാമ്പു ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നാച്ചുറലി ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഡ്രൈനെസ് അനുഭവപ്പെടാം. ഓയിലി ടു നോർമൽ ഹെയർ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ഷാമ്പു ഉപയോഗിക്കുന്നതിന് മുമ്പ് എണ്ണ തേക്കണം. ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം കണ്ടീഷണറോ മാസ്കോ എന്തായാലും ഇട്ടിരിക്കുക, അതർവൈസ് നിങ്ങളുടെ മുടി ഡ്രൈ ആവും. പക്ഷേ എൻ്റെ റേഞ്ചിന് നല്ലൊരു റോസി ഫ്രേഗ്രൻസ് ഉണ്ട്. ഇത് വളരെ അഫോർഡബിൾ ആണ്, വാല്യൂ ഫോർ മണിയാണ്. ആഡഡ് കളറൊന്നും ഇല്ലാന്നൊന്നും ഒരു വലിയ ആസ്പെക്ട് ആണ്. ചില ആൾക്കാർക്ക് ഈ ഫ്രേഗ്രൻസ് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി റോസി ഫ്രേഗ്രൻസ് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇനിയിപ്പം റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സ്കാൽപ്പ് മസാജർ ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് റീപർച്ചേസ് ചെയ്യേണ്ട, അത് കുറേ നാൾ നിൽക്കും. അതുപോലെ തന്നെ കാസ്റ്റർ ഓയിലും കുറേ നാൾ നിൽക്കും, കാരണം വളരെ കുറച്ച് ഓയിൽ മതി. മാസ്ക് ഞാൻ എന്തായാലും വീണ്ടും വാങ്ങുമെന്ന് തോന്നും, കാരണം എനിക്ക് എൻ്റെ മണവും ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഹൈഡ്രേഷനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എനിക്ക് വാവിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ഹിമാലയൻ റോസ് ഹെയർ കെയറിനെ കുറിച്ചുള്ള റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഈ റേഞ്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.